എന്ത് തുടങ്ങണം എന്നുള്ളതിൽ വ്യക്തമായ ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമേ ഒരു കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പാടുള്ളൂ. ലോകോത്തര ബ്രാൻഡുകളുടെ ഏതെങ്കിലും ഒരു എക്സിബിഷൻ എല്ലാ വർഷവും യുഎയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുഎ മാർക്കറ്റിനെ തേടി പല സ്റ്റാർട്ടപ്പുകളും പല കമ്പനികളുടെ ഫ്രാഞ്ചൈസികളും അല്ലെങ്കിൽ ബ്രാഞ്ചുകളും യുഎയിലേക്ക് എത്തുന്നത്. യുഎയിൽ ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യാമെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് നോക്കാം. എന്ത് തുടങ്ങണം എന്നുള്ളതിൽ വ്യക്തമായ ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമേ ഒരു കമ്പനി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പാടുള്ളൂ. സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT സർവീസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രേഡിംഗ്, ഗാർമെന്റ്സ്, പെർഫ്യൂംസ് തുടങ്ങി ഏത് ആക്ടിവിറ്റിയാണ്, ഏത് ബിസിനസ്സിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ ധാരണയാണ് ആദ്യം വേണ്ടത്. ചൂസ് യുവർ ബിസിനസ് ജൂറിസ്ഡിക്ഷൻ. മെയിൻലാൻഡ് അല്ലെങ്കിൽ ഫ്രീ സോൺ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിന്. മെയിൻലാൻഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി യുഎയിൽ എവിടെയും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. B2B ആയിട്ടോ B2C ആയിട്ടോ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിന് സ്പോൺസർഷിപ്പ് ആവശ്യമായി വരും. ഫ്രീ സോൺ ലൈസൻസുകൾ 100% ഓണർഷിപ്പ് ആണ് നൽകുന്നത്. ടാക്സ് ബെനിഫിറ്റ്സും ഉണ്ട്. എന്നാൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുക ഫ്രീ സോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും. എക്സ്പോർട്ടിംഗ് തുടങ്ങിയ ബിസിനസ്സുകൾക്ക് ഇത് പ്രിഫേർഡബിൾ അല്ല. മറ്റൊന്ന് ഇന്റർനാഷണൽ ട്രേഡ്, അസറ്റ് പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് തുടങ്ങിയ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയുള്ള ഓഫ് ഷോർ ലൈസൻസിംഗ് ആണ്. ഇത് നിയമപരമായി യുഎയിൽ രജിസ്റ്റർ ചെയ്തതും എന്നാൽ യുഎക്ക് പുറത്ത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കമ്പനികളായിരിക്കും. ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ ഏറ്റവും ഉചിതമായത് ഫ്രീ സോൺ ലൈസൻസുകളായിരിക്കും. കാരണം ഇത് വളരെ എളുപ്പവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനുമാണ്. ഷാർജ മീഡിയ സിറ്റി, റാസൽ ഖൈമ ഇക്കണോമിക് സോൺ, IFSA, ദുബായ് മീഡിയ സിറ്റി തുടങ്ങിയ ഇഷ്ടംപോലുള്ള ഫ്രീ സോൺസ് യുഎയിൽ അവൈലബിൾ ആണ്. ചൂസ് എ ട്രേഡ് നെയിം. യുണീക്ക് ആയിട്ടുള്ളതും യുഎഇ നെയിം റൂൾസ് ഫോളോ ചെയ്യുന്നതുമായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന പേര്. ഇതിൽ റിലീജിയസ് വേർഡ്സുകളോ ഒഫൻസീവ് ആയിട്ടുള്ള ടേംസുകളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്ലൈ ഫോർ എ ട്രേഡ് ലൈസൻസ്. ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം ഇത്. കൊമേഴ്ഷ്യൽ ലൈസൻസ് ഫോർ trading kind of activities and professional license for service oriented activities, industrial license for manufacturing kind of activities. ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 2 മുതൽ 7 ദിവസം വരെയാണ്. അടുത്തത് ഓഫീസ് സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ചെറിയ സംരംഭം ആണെങ്കിൽ പോലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്രസ് നിർബന്ധമാണ്. അത് വെർച്വൽ ആയിട്ടോ ഫിസിക്കൽ ആയിട്ടോ ആവാം. ഫ്രീ സോൺ ഏരിയാസ് ഫ്ലെക്സി ഡെസ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഒരു ബിസിനസ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ് അടുത്തത്. ലൈസൻസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം യുഎഇ കോർപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. റാക് ബാങ്ക്, ADCB ബാങ്ക്, NBD, CBD തുടങ്ങിയ ഇഷ്ടംപോലെ ബാങ്കുകളെ ഇതിനായി സമീപിക്കാം. അപ്രോക്സിമേറ്റ്ലി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ട്രേഡ് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഏകദേശം 6000 രൂപ മുതൽ 10,000 വരെയാകും. ഓഫീസ് അല്ലെങ്കിൽ ഫ്ലെക്സി ഡെസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 മുതൽ 5000 വരെയാകും പെർ മന്ത്. ബാങ്ക് അക്കൗണ്ട് സെറ്റപ്പ് ഫീ എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10,000 ദിർഹം മുതൽ 20,000 ദിർഹം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് യുഎയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ വിസ ഇൻക്ലൂഡഡ് അല്ല. വിസക്ക് പിന്നെയും എക്സ്ട്രാ പൈസ ചെലവാക്കേണ്ടി വരും. അതുപോലെ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ, ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീ സോൺ ഒക്കെയാണ്. ഈ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധിക്കേണ്ട തുടർച്ച കൂടിയുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളത് ഒന്ന് കമന്റ് പറഞ്ഞാൽ